കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ അഗ്രികൾച്ചറിലുള്ള ആപ്ലിക്കേഷൻ, അതിൽ നമ്മളൊരു പ്ലാന്റ്, പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, BT കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നമുക്കറിയാം, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ക്രൈജീൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് മറ്റൊരു DNA ഇൻസേർട്ട് ചെയ്താണ് നമ്മൾ എന്തുണ്ടായത്, ശരിക്കും പറഞ്ഞാൽ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടായത്. അപ്പൊ ഇൻസെക്ട്സ് വിഭാഗത്തിലുള്ള പെസ്റ്റിന് പൂർണ്ണമായിട്ടും ആ പെസ്റ്റിൽ നിന്നും റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ നിമറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അടുത്ത സ്ട്രാറ്റജി എന്താണ് എന്നാണ് പഠിക്കുന്നത്. ഇപ്പൊ നിമറ്റോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സോയിൽ കാണപ്പെടുന്ന ഒരു വേംസ് ആണ്, ഒരു കൂട്ടം വേംസ് ആണ്. അതൊരു എൻഡോ പാരസൈറ്റ് ആണ്. പ്ലാന്റ്സിനും അനിമൽസിനും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്ങിന് വരെ അറ്റാക്ക് ഉണ്ടാക്കുന്ന, ഡിസീസ് കോസ് ചെയ്യുന്ന ഒന്നാണ് ഈ നിമറ്റോഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുബാക്കോ പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്ത ഒരു നിമറ്റോഡിനെയും ആ നിമറ്റോഡിൽ നിന്ന് പ്ലാന്റ് റെസിസ്റ്റ് ചെയ്ത, ആ പെസ്റ്റിൽ നിന്ന് പ്ലാന്റ് എങ്ങനെ റെസിസ്റ്റന്റ് ആയി എന്നതിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. ടുബാക്കോ പ്ലാന്റേഷൻ നമുക്കറിയാം, ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തേ മതിയാവും. അപ്പൊ ഫുഡിന്റെ ഈൽഡ് അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു കാരണം, വളരെയധികം കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പെസ്റ്റിന്റെ അറ്റാക്ക് ആണ്. വളരെ കൂടുതൽ അളവ് ഫുഡിന്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കാൻ എന്ത് കാരണമാകുന്നു? പെസ്റ്റിന്റെ അറ്റാക്ക് കാരണമാകുന്നു. അപ്പൊ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. റെസിസ്റ്റന്റ് വെറൈറ്റീസിന് നമ്മൾ വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി നമ്മൾ അഗ്രികൾച്ചറിൽ കൊടുത്തിരിക്കുന്ന വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ടുബാക്കോ പ്ലാന്റേഷൻസിന്റെ ഈൽഡ് കുറയാനുള്ള കാരണം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തിയതാണ്. ഒരു പർട്ടിക്കുലർ നെമറ്റോഡാണ് ഈ ടുബാക്കോ പ്ലാന്റ്സിന്റെ ഈൽഡ് കുറയ്ക്കാൻ കാരണമെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ ക്യാരക്ടറിസ്റ്റിക് നിമറ്റോഡിനെ നമ്മൾ മെലോയിഡിഗൈനി ഇൻകോഗ്നിഷ്യ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ നിമറ്റോഡിൽ നിന്ന് പ്ലാന്റ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ആ നിമറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ, റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ വികസിപ്പിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത്. നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി വികസിപ്പിച്ചെടുത്ത ആ സ്ട്രാറ്റജിയെ നമ്മൾ RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്നാണ് പറയുന്നത്. ടുബാക്കോ പ്ലാന്റ്സിനെ നമ്മൾ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി വികസിപ്പിച്ചെടുത്തു. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi. എന്താണ് RNAi? ഇന്റർഫിയർ ചെയ്യുന്നു, RNA ഇന്റർഫിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം RNA സൈലൻസ് ചെയ്യുന്നു. എന്തിന്റെ സഹായത്താൽ? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ സഹായത്താൽ സൈലൻസ് ചെയ്യുന്നു. അപ്പൊ RNA സൈലൻസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. സൈലൻസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോട്ടീൻ സിന്തസിസിന്റെ സെൻട്രൽ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്തു നോക്കാം. പ്രോട്ടീൻ സിന്തസിസിന്റെ സെൻട്രൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? DNA എന്ന് പറയുന്ന ജനറ്റിക് എഞ്ചിനീയർ, ഈ ജനറ്റിക് എഞ്ചിനീയർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മെസ്സഞ്ചർ RNA ഉണ്ടാക്കും അല്ലേ? ഈ മെസ്സഞ്ചർ RNA ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അതായത് DNA എന്ന് പറയുന്ന ജനറ്റിക് എഞ്ചിനീയർ തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ് മെസ്സഞ്ചർ RNA. ഈ പ്ലാൻ ഉപയോഗിച്ചാണ് ബിൽഡിംഗ് ആയ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ RNA ആണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മെലോയിഡിഗൈനി ഇൻകോഗ്നിഷ്യ എന്ന് പറയുന്ന നിമറ്റോഡ് ടുബാക്കോയുടെ റൂട്ട്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ജീൻ സീക്വൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതും ഇത് തന്നെയാണ്. അതിന്റെ RNA ഒരു ടോക്സിക് പ്രോട്ടീനെ ഉണ്ടാക്കും. ഈ പ്രോട്ടീനാണ് പ്ലാന്റ്സിന് എന്തുണ്ടാകുന്നത്? ഫെയിലിയർ ഉണ്ടാകുന്നത്. പ്ലാന്റ്സിന്റെ ഈൽഡിനെ ഇല്ലാതാക്കാൻ കാരണമാകുന്ന ടോക്സിക് പ്രോട്ടീനാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ RNA ഇന്റർഫറൻസിലൂടെ
ഈ ക്യാരക്ടറിസ്റ്റിക് വൈറസ് നിമറ്റോഡിന്റെ RNA നമ്മൾ എന്ത് ചെയ്യുന്നു? സൈലൻസ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് അതിന്റെ RNA പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുന്നു. അപ്പൊ RNAക്ക് എക്സ്പ്രസ് ചെയ്ത് എന്തായിട്ട് മാറാൻ പറ്റുന്നില്ല? എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ RNA ഇവിടെ എന്ത് ചെയ്യുന്നു? സൈലൻസ്ഡ് ആയെന്ന് പറഞ്ഞൂടെ? അപ്പൊ സൈലൻസ്ഡ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? RNAi അഥവാ RNA ഇന്റർഫറൻസ് എന്ന് പറയും. ഈ RNA ഇന്റർഫറൻസ് എന്ത് വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്നാണ് പറഞ്ഞത്. എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലിനകത്തും ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഈ RNA ഇന്റർഫറൻസ് നടക്കുന്നു. അപ്പൊ അത് എങ്ങനെ എല്ലാവരും നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ സെൽസിൽ പോലും ഒരു വൈറസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കണം? RNA ആയിരിക്കണം. ഈ RNA അപ്പൊ നമുക്കറിയാം ഒരു സെല്ലിനകത്ത് നമുക്കറിയാം സെൽ വാൾ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? DNA പ്രസന്റ്. ഈ DNA ആണ് ട്രാൻസ്ക്രിപ്ഷൻ വഴി എന്തുണ്ടാക്കുന്നത്? മെസ്സഞ്ചർ RNA ഉണ്ടാക്കുന്നത്. ന്യൂക്ലിയർ ഫോഴ്സിലൂടെ ഈ മെസ്സഞ്ചർ RNA എവിടെ വരുന്നു? സൈറ്റോപ്ലാസത്തിലേക്ക് വരും. അപ്പൊ RNA എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ വരുന്ന ഈ RNA പ്രത്യേകിച്ച് കോയിൽ ചെയ്തൊക്കെ വരികയാണ് എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ RNA എന്ന് പറയുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ കോയിൽ ചെയ്യുമ്പോൾ ഈ കോയിൽ ചെയ്യുന്ന ഈ രണ്ട് സ്റ്റാൻഡിലുമുള്ള നൈട്രജൻ ബേസസ് പരസ്പരം കോംപ്ലിമെന്ററി ആണ് എങ്കിൽ അവിടെ എന്താകുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോർമേഷൻ ഉണ്ടാകും. ഇങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യുന്നത്. അപ്പൊ RNA കോയിൽ ചെയ്യുന്ന രണ്ട് സ്റ്റാൻഡിലും വരുന്ന നൈട്രജൻ ബേസസ് പരസ്പരം കോംപ്ലിമെന്ററി ആകുന്നു എങ്കിൽ അവിടെ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് നടന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഉണ്ടാകും. ഇതുപോലെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായി. ആ RNA ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ പ്രോട്ടീന്റെ ഉൽപാദനം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ആ എൻഡോപാരസൈറ്റിന്റെ RNAക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രോട്ടീൻ ഉൽപാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിലായോ? അതായത് സെൽസിനകത്ത് ന്യൂക്ലിയസിനകത്തുള്ള DNA ട്രാൻസ്ക്രിപ്ഷനിലൂടെ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഈ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അത് ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? കോയിൽ ചെയ്യുന്നു. അങ്ങനെ കോയിൽ ചെയ്യുമ്പോൾ ആ രണ്ട് സ്റ്റാൻഡിലും വരുന്ന നൈട്രജൻ ബേസസ് പരസ്പരം കോംപ്ലിമെന്ററി ആവുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ അവിടെ എന്ത് നടക്കാന്ന് പറയാം? ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഈ ഭാഗങ്ങളിൽ എന്തായിട്ട് മാറുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. ഈ RNA ആണ് എന്ത് ചെയ്യുന്നത്? സൈലൻസിങ് നടത്തുന്നത്. അതായത് നമ്മുടെ എൻഡോപാരസൈറ്റിന്റെ RNA സൈലൻസ് ചെയ്യുന്നു, ട്രാൻസ്ലേഷന് സപ്രസ് ചെയ്യുന്നു. ഈ സൈലൻസിങ് ഓഫ് മെസ്സഞ്ചർ RNA ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? RNA ഇന്റർഫറൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം? RNAi എന്ന് പറയാം. അപ്പോൾ നമ്മൾ RNA ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജീൻ സീക്വൻസിനെ, ഒരു ക്യാരക്ടറിസ്റ്റിക് ജീൻസിനെ എന്ത് ചെയ്യുന്നു? സൈലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്, ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പരീക്ഷയ്ക്ക് RNA ഇന്റർഫറൻസ് ചോദിക്കുമ്പോൾ സൈലൻസിങ് ഓഫ് മെസ്സഞ്ചർ RNA വിത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറഞ്ഞാൽ മതി. എന്നാലും എങ്ങനെയാണ് ആ RNA ഇന്റർഫറൻസ്, RNA സൈലൻസ് ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ അത് പ്രത്യേകം ഉണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA എന്നൊക്കെ ഉണ്ട്. അതെന്താണ് എന്നൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നമ്മളിവിടെ പറഞ്ഞു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ് നമ്മുടെ RNA ഇന്റർഫറൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ക്രോപ്പിൽ നമ്മൾ എന്താക്കി മാറ്റി? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാക്കി മാറ്റി. ഇപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്ത ക്രോപ്പിന്റെ സെൽസ് ഇൻ വിട്രോ ആയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യാണ്. അപ്പൊ നമുക്ക് പറയാം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സെൽ. ഈ പ്ലാന്റ് സെല്ലിന്റെ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്രോമസോമിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. ഈ DNA എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ മെസ്സഞ്ചർ RNA സൈറ്റോപ്ലാസത്തിലേക്ക് വരും. മനസ്സിലായല്ലോ? ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലൂടെ എന്തുണ്ടാകുന്നു? മെസ്സഞ്ചർ RNA ഉണ്ടാകും. ഈ RNA നമ്മൾ എന്താണ്? സൈറ്റോപ്ലാസത്തിലേക്ക് RNA കൊണ്ടുവരുന്നതാണ്. അപ്പൊ RNA എന്ത് ചെയ്യുന്നു? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ചില ഭാഗങ്ങളിൽ വെച്ച് കോയിലിംഗ് നടക്കും.
അപ്പൊ നിങ്ങൾ മോളിക്കുലാർ ജെനറ്റിക്സിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് RNA, ട്രാൻസ്ഫർ RNA ലൂപ്സ് ഒക്കെ പഠിച്ചു കാണാം. അപ്പൊ എങ്ങനെയാണ് കോംപ്ലിമെന്ററി ആകുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്കിവിടെ RNA കോയിൽ ചെയ്ത ഭാഗങ്ങളിൽ എന്താണ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചർ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നാൽ നമുക്കറിയാം എന്താണ് അവിടെ എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് RNA മാറുന്നു എന്ന് പറയാം. അപ്പൊ സൈറ്റോപ്ലാസത്തിലാണ് ഈ RNA വന്നിരിക്കുന്നത്. ഇനി സൈറ്റോപ്ലാസത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എൻസൈമാണ്, ഒരു എൻഡോന്യൂക്ലിയേസ് എൻസൈമാണ് ഡൈസർ എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിച്ചതാണ് എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈസർ എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ശരിക്കും ഈ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ RNA ഡൈസർ ചെയ്യുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ എന്തുണ്ടാകുന്നു? പീസസ് ഉണ്ടാകും. ഈ പീസസ് പലതരത്തിലുണ്ടാകാം. നമുക്കിവിടെ വേണ്ടത് siRNA, സ്മാൾ ഇന്റർഫിയറിംഗ് RNA എന്ന് പറയുന്ന siRNA ആണ്. അതല്ലാതെ മൈക്രോ RNA, shRNA പലതരത്തിലുള്ള RNA ഉണ്ട്. RNA ഇന്റർഫറൻസുമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? siRNA ആണ്. ഇപ്പൊ ഡൈസർ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസ്, ഇപ്പൊ ഡൈസർ ആണ്. ഡൈസർ എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? RNA ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറ്റും. അങ്ങനെ നമുക്ക് സ്മാൾ ഇന്റർഫറൻസ് RNA അല്ലെങ്കിൽ siRNA ഉണ്ടാകും. ഒരു siRNAയിൽ ഏകദേശം 20ഓളം നൈട്രജൻ ബേസസ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ റിക്കോമിനന്റ് പ്ലാന്റ് സെല്ല് ന്യൂക്ലിയസിനടുത്ത് DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു. ഈ RNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ വന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തുന്നു. ആ സൈറ്റോപ്ലാസത്തിലെ ഡബിൾ സ്റ്റാൻഡേർഡ് പാർട്ടിൽ ഡൈസർ എൻസൈമിന്റെ സഹായത്താൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ പീസസ് ഉണ്ടാകുന്നു. ഈ സ്മാൾ പീസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? siRNA എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്താണ് ഈ പ്ലാന്റ് സെല്ലില് നമ്മുടെ പാരസൈറ്റിന്റെ എൻട്രി ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു സെല്ലിനകത്തേക്ക് നമ്മുടെ നിമറ്റോഡ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിമറ്റോഡ് വരുന്നത് എന്തിനാണ്? നിമറ്റോഡ് വരുന്നു, അതിനാവശ്യമുള്ള ഫുഡ് അബ്സോർബ് ചെയ്യുന്നു, സ്വന്തം സെല്ലിൽ നിന്ന് RNA ഉണ്ടാക്കുന്നു. RNA ഉണ്ടാക്കുന്ന ടോക്സിക് പ്രോട്ടീൻ ഉപയോഗിച്ച് ഈ പ്ലാന്റിന്റെ ഈൽഡ് അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ RNA വന്ന് ഈ സെല്ലിനകത്തേക്ക് നമ്മുടെ നിമറ്റോഡ് എന്ന് പറയുന്ന പാരസൈറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ നിമറ്റോഡിന്റെ ബോഡിയിൽ എൻ്റർ ചെയ്യും? നമ്മുടെ ഈ siRNA എൻ്റർ ചെയ്യും. ഇത്രയും മനസ്സിലായോ? ഇനി നിമറ്റോഡിന്റെ ബോഡിയിൽ എന്തുണ്ട്? നമ്മുടെ ടാർഗറ്റ് RNA ഉണ്ട്. ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാർഗറ്റ് RNA ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ താഴെ കൊണ്ടുവന്നു. ആര് വന്നു? siRNA വന്നു. വളരെ ഈസി ആയിട്ട് siRNA എവിടെ വരും? നിമറ്റോഡിന്റെ ബോഡിയിലേക്ക് വരും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ നിമറ്റോഡിന്റെ ബോഡിക്കകത്ത് ഒരു എൻസൈം കോംപ്ലക്സ് പ്രസന്റ് ആണ്. ഈ എൻസൈം കോംപ്ലക്സിനെ നമ്മൾ റിസ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ സെല്ലിനകത്ത് നമ്മുടെ റിക്കോമിനന്റ് സെല്ല് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് സെല്ലാണ്. അതിനകത്ത് RNA ഉണ്ട്. RNAയില് ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചർ വന്നു. ഡൈസർ എൻസൈം അതിനെ കട്ട് ചെയ്യുന്നു. ധാരാളം siRNAs ഉണ്ട്. നിമറ്റോഡ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ siRNAസിൽ കുറച്ച് എങ്ങോട്ട് പോകുന്നു? നിമറ്റോഡ് ബോഡിയിലുണ്ട്. നിമറ്റോഡ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. നിമറ്റോഡ് ബോഡിയിൽ എന്തുണ്ട്? നമ്മുടെ ടാർഗറ്റ് RNA അല്ലെ, ടോക്സിക് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന RNA ഉണ്ട്. അതുകൂടാതെ നിമറ്റോഡിന്റെ സൈറ്റോപ്ലാസത്തിൽ എന്തുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു? റിസ്ക് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ്. ഇത്രയും മനസ്സിലായല്ലോ. നിമറ്റോഡിന്റെ ബോഡിയിൽ ഇപ്പൊ നമ്മുടെ എന്താണ് siRNA എൻ്റർ ചെയ്തു. ഈ നിമറ്റോഡ് ബോഡിയിൽ നമ്മുടെ ടാർഗറ്റ് RNA ഉണ്ട്. അതുകൂടാതെ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. അത് നമ്മുടെ റിസ്ക് എന്ന് പറയും. എന്താണ് റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സ്? RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ആണ്. ഒരു കൂട്ടം പ്രോട്ടീൻസിന്റെ ഒരു കോംപ്ലക്സ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സ്പ്ലൈസർ, ആർഗണൌട്ട് എന്നിങ്ങനെയുള്ള പ്രോട്ടീൻസ് ആണ് ഈ റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സിൽ കാണപ്പെടുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്മാൾ RNA ഉണ്ടല്ലോ, siRNA ഉണ്ടല്ലോ. ഈ siRNA ഇപ്പൊ നിമറ്റോഡിന്റെ സൈറ്റോപ്ലാസത്തില് നമ്മുടെ ടാർഗറ്റ് RNA ഉണ്ട്, നമ്മുടെ siRNA ഉണ്ട്. ഇതുകൂടാതെ റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സും ഉണ്ട്. ഇപ്പൊ ഇതൊരു സ്മാൾ siRNA ആണ് എന്ന് വിചാരിക്കുക.
നമ്മുടെ സ്മോൾ ഇന്റർഫിയറിംഗ് RNA അതായത് siRNA ആണെന്ന് വിചാരിക്കുക. ഈ siRNAയില് നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സ് വന്ന് അറ്റാച്ച് ചെയ്യും. നിമറ്റോഡ് ബോഡിയിലാണ്. അപ്പൊ നിമറ്റോഡ് ബോഡിയിൽ നമുക്കറിയാം siRNA വന്നു സെല്ലിൽ നിന്ന്, അതോടൊപ്പം അതിനകത്ത് ടാർഗറ്റ് RNA ഉണ്ട്, പിന്നീട് എന്തും കൂടെ ഉണ്ട്, റിസ്ക് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. എന്താണ് റിസ്ക് എന്ന് വെച്ചാൽ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കുറേ അധികം പ്രോട്ടീൻസ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഞാൻ പറഞ്ഞു, സ്പ്ലൈസർ, അതുപോലെ തന്നെ ആർഗനോട്ട് എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട്. ഈ റിസ്ക് കോംപ്ലക്സ് എവിടെ വരുന്നു? ഈ siRNAയില് വന്ന് ബൈൻഡ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ siRNAക്ക് എന്തുണ്ടാകുന്നു? അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, 2 സ്ട്രാൻഡുകളായിട്ട് മാറും. മനസ്സിലായല്ലോ? ഈ 2 സ്ട്രാൻഡിന്റെ പ്രത്യേകത, ഒരു സ്ട്രാൻഡിന്റെ ജനറ്റിക് സീക്വൻസ്, അതായത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് ടാർഗറ്റ് RNA. നിമറ്റോഡിന്റെ ബോഡിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ടാർഗറ്റ് RNAയുടെ നൈട്രോജൻ ബേസ് സീക്വൻസിനെ പോലത്തെ ആയിരിക്കും ഏത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA siRNAയുടെ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? അതിന് നമുക്ക് സെൻസ് RNA എന്ന് പറയും. സെൻസ് RNA എന്ന് അതിനെയാണ് പറയുന്നത്. അപ്പൊ ഈ RNA ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചറിലല്ലേ ഇവിടെ ഇരുന്നത്. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചറില് ഒന്ന് മാത്രമാണ് ഈ ടാർഗറ്റ് RNAയുടെ അതേപോലത്തെ RNA ബേസ് സീക്വൻസ് ഉള്ള RNA എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിരിക്കും മറ്റേ RNA സ്റ്റാൻഡ്. RNAയുടെ ഡബിൾ സ്റ്റാൻഡിൽ ഒന്നാണ് സെയിം എന്ന് പറഞ്ഞത്, മറ്റേത് അതിന് കോംപ്ലിമെന്ററി ആയിരിക്കും. ഇതിനെ നമുക്ക് ആന്റിസെൻസ് RNA എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ഈ ആന്റിസെൻസ് RNAയുടെ കൂടെ ആരും കൂടെ കാണും? നമ്മുടെ ആന്റിസെൻസ് RNA ആണ്. ഇവിടെ ആരിപ്പുണ്ട്? റിസ്ക് ഇരിപ്പുണ്ട്. ഈ റിസ്ക് നിമറ്റോഡിന്റെ ബോഡിയിലുള്ള ടാർഗറ്റ് RNA, നമ്മൾ ഈ പറഞ്ഞ നിമറ്റോഡ് ബോഡിയിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാർഗറ്റ് RNAയിൽ വന്ന ഈ റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സിന്റെ സഹായത്താൽ ഈ ആന്റിസെൻസ് RNA നിമറ്റോഡിന്റെ RNAയിൽ വന്ന് ബൈൻഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് പരസ്പരം എന്തായി? കോംപ്ലിമെന്ററി ആയതുകൊണ്ടാണ് അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയില്ലേ ഇവിടെ. മനസ്സിലായോ? അപ്പൊ തുടങ്ങിയത് നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAയിലാണ്. ആ രീതിയിൽ റിസ്കിന്റെ സഹായത്തോടു കൂടി നമുക്ക് വീണ്ടും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായി. ഒന്നെന്താണ്? നമ്മുടെ ഈ ആന്റിസെൻസ് RNA ആണ്, siRNAയുടെ ഒരു സ്റ്റാൻഡാണ്. മറ്റേത് നമ്മുടെ ടാർഗറ്റ് RNAയുടെ സ്റ്റാൻഡ് അല്ലേ. അപ്പൊ പരസ്പരം കോംപ്ലിമെന്ററി ആയി ഡബിൾ സ്റ്റാൻഡേർഡ് ആയില്ലേ. RNAക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ടോക്സിക് പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. RNA സൈലൻസ്ഡ് ആയി അല്ലേ. അപ്പം RNAയുടെ ആ പ്രോട്ടീൻ പ്രൊഡക്ഷനെ ആരില്ലാതാക്കി? ഈ siRNAയുടെ സഹായത്താൽ എന്തായിട്ട് മാറി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറി. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേക്കാം. പ്ലാന്റ് സെൽ, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് സെല്ലാണ്. ആ പ്ലാന്റ് സെൽസിനകത്ത് DNA ഉണ്ട്. ന്യൂക്ലിയസിന്റെ DNA നിന്ന് RNA വന്നു. RNA കോയിൽ ചെയ്തെടുത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയി. സൈറ്റോപ്ലാസത്തിലുള്ള ഡൈസൽ എൻസൈം അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി പലതരത്തിലുള്ള RNAs ആക്കി. നമുക്ക് ഇവിടെ വേണ്ട RNA എന്ന് പറയുന്നത് എന്താണ്? സ്മാൾ ഇന്റർഫെറിംഗ് RNA അഥവാ siRNA ആണ്. ഈ സമയത്ത് നമ്മുടെ നിമറ്റോഡ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിനകത്തേക്ക് വരുന്നു. പ്ലാന്റ് സെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞു. പ്ലാന്റ് സെല്ലിൽ കയറി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ siRNA നിമറ്റോഡിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. നിമറ്റോഡിന്റെ ബോഡിയിൽ എന്തുണ്ട്? നമ്മുടെ പ്രോട്ടീൻ, ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാർഗറ്റ് RNA ഉണ്ട്. ഈ ടാർഗറ്റ് RNA കൂടാതെ അവിടെ എന്തും കൂടെ ഉണ്ട്? ഒരു എൻസൈം കോംപ്ലക്സ്, പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. നമ്മൾ അതിനെ എന്ത് വിളിക്കാം? റിസ്ക് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് അവിടെ പ്രസന്റ് ആണ്. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞു? RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് എന്താണെന്ന് പറഞ്ഞു. സ്പ്ലൈസർ, ആർഗനോട്ട് തുടങ്ങിയ പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻ കോംപ്ലക്സ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഈ siRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ RNAക്ക് എന്ത് സംഭവിക്കുന്നു? 2 ആയിട്ട് മാറും. 2 സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഒന്നിനെ നമ്മൾ സെൻസ് എന്നും മറ്റൊന്നിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആന്റിസെൻസ് RNA എന്നും വിളിക്കാം. ഈ സെൻസ് എന്ന് പറയുന്ന RNAയിലെ നൈട്രജൻ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ നിമറ്റോഡിന്റെ RNAയുടെ നൈട്രജൻ സീക്വൻസിന്റെ ആയിട്ട് സിമിലർ ആയിരിക്കും. അപ്പൊ മറ്റേ സ്റ്റാൻഡ് ആന്റിസെൻസ് RNA ആണ്. അതിനകത്തുള്ള നൈട്രജൻ സീക്വൻസ് എന്തായിരിക്കും?
ഈ ടാർഗറ്റ് RNA-ക്ക് കോംപ്ലിമെന്ററി ആയിരുന്ന നൈട്രജൻ ബേസ് സീക്വൻസ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റിസ്ക് എൻസൈം എന്ത് ചെയ്യും, ഈ ആന്റിസെൻസ് RNA ഇവിടെ കൊണ്ടുവരും, ടാർഗറ്റ് RNA-യിൽ കൊണ്ടുവരും. അപ്പൊ ടാർഗറ്റ് RNA-യിൽ എവിടെയാണോ ബേസ് സീക്വൻസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത്, ആ ബേസ് സീക്വൻസിന്റെ ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, പരസ്പരം പെയറിംഗ് നടക്കും. അപ്പൊ RNA-ക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ലേഷനിലൂടെ പ്രോട്ടീൻ ഉത്പാദനം നടക്കുന്നില്ല. RNA നമ്മൾ എന്ത് ചെയ്തു, സൈലൻസ് ചെയ്തു. ഈ പ്രോസസ്സിനെ, അതായത് സൈലൻസിങ് ഓഫ് എ RNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉപയോഗിച്ച് ഒരു RNA-യുടെ പ്രവർത്തനത്തെ, ട്രാൻസ്ലേഷനെ സൈലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്ന. ഇവിടെ RNA-യിൽ എന്താണ്, സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA ഉണ്ട്. സെൻസ് RNA-യിൽ നൈട്രജൻ സീക്വൻസ് എന്താണ്, സെയിം ആണ്, ടാർഗറ്റ് RNA-യുമായിട്ട്, നിമറ്റോഡിന്റെ RNA ആയിട്ട് സെയിം ആണ്. അപ്പൊ അത് ചോദിക്കാം, അത് എങ്ങനെ വന്നു എന്നൊരു സംശയം വരാം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാലും നമ്മള് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത്, ഈ നിമറ്റോഡ് അറ്റാക്ക് ചെയ്യുന്ന ടൊബാക്കോ പ്ലാന്റ്സിന്റെ സെൽസ് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ നിമറ്റോഡിന്റെ RNA സെൽസിനകത്ത് കാണും. ഈ സെൽസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഐസൊലേറ്റ് ചെയ്തെടുത്താൽ ആ RNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA, നമ്മൾ പഠിച്ചിട്ടില്ലേ cDNA, മോളിക്കുലർ ജെനറ്റിക്സിൽ നിങ്ങൾ പഠിച്ചാണ്, RNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA ഉത്പാദിപ്പിക്കും. ഇനി നമ്മൾ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്, വെക്ടറിന്റെ സഹായത്തോടു കൂടി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സോയിൽ ബാക്ടീരിയം, അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷൻസ് പഠിച്ചിട്ടുണ്ട്. ടൈപ്ലാസ്മിഡ് ഓർമ്മ വരുന്നുണ്ടല്ലോ. ഈ പ്ലാസ്മിഡിനകത്തേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തുണ്ടാക്കി, കോംപ്ലിമെന്ററി DNA ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കോംപ്ലിമെന്ററി DNA നമ്മുടെ അഗ്രോ ബാക്ടീരിയത്തിന്റെ വെക്ടർ, അതായത് പ്ലാസ്മിഡിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ജീൻ സീക്വൻസ് സെലക്ട് ചെയ്ത് എൻസൈം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജീൻ സീക്വൻസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോംപ്ലിമെന്ററി ജീൻ സീക്വൻസ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ആ മെത്തേഡ് ഉപയോഗിച്ച് സെലക്ടബിൾ മാർക്കർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു വെദർ ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഓർ നോട്ട് ട്രാൻസ്ഫോംഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ട്രാൻസ്ഫോംഡ് ആണ് എങ്കിൽ നമുക്ക് എന്താണ്, DNA കിട്ടി. ആ DNA ട്രാൻസ്ഫോംഡ് ആണ്. അപ്പൊ ഇതിന്റെ കോപ്പീസ് ഉണ്ടാകുമ്പോഴെല്ലാം അതെല്ലാം തന്നെ അതിനകത്തെല്ലാം ഈ ക്യാരക്ടറിസ്റ്റിക് RNA ഉണ്ടാകുന്നു. മനസ്സിലായോ? അതായത് നമ്മുടെ RNA, ഡബിൾ സ്റ്റാൻഡേർഡ് RNA-ക്ക് കാരണമായ RNA നമുക്ക് കിട്ടിയല്ലേ, നിമറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ സീക്വൻസ് ഉള്ള RNA ഫ്രാഗ്മെന്റ് ആണ് നമ്മൾ ഈ വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ കോപ്പീസ് ഉണ്ടാകുമ്പോൾ അതിനകത്തെല്ലാം എന്ത് കാണും, RNA പ്രൊഡ്യൂസ് ചെയ്യും, ആ ജീൻ സീക്വൻസ് കാണും. അപ്പൊ ഇങ്ങനെയുള്ള സെൽസിനകത്തുള്ള സൈറ്റോപ്ലാസത്തിലും ഈ DNA എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, RNA പ്രൊഡ്യൂസ് ചെയ്യും. RNA-ക്ക് എന്ത് സംഭവിക്കും, കോയിലിംഗ് സംഭവിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ഡബിൾ സ്റ്റാൻഡേർഡ് ആകും. ഡൈസർ എൻസൈം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ RNA ഉണ്ടാകും. സ്മാൾ ഇന്റർഫെറിംഗ് RNA അല്ലെങ്കിൽ siRNA സൈറ്റോപ്ലാസത്തിൽ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സെല്ലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ ഇൻവിട്രോ ആയിട്ട് നമ്മൾ ഒരു റീകോമിനന്റ് DNA ഉള്ള സെല്ല് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വഴി അതിന്റെ പ്ലാന്റ്സിനെ ഉത്പാദിപ്പിച്ചെടുക്കാം. പിന്നെ അതിന്റെ ഓസ്പ്രിങ്സ്, പുതിയ ജനറേഷൻ ഉത്പാദിപ്പിക്കുമ്പോൾ ആ സെൽസിനകത്ത് എല്ലാം സൈറ്റോപ്ലാസത്തിൽ എന്ത് കാണാം, ഈ siRNA-യുടെ പ്രസൻസ് കാണാം. കാരണം നമ്മുടെ വെക്ടർ DNA ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ ആ സെൽസിന്റെ DNA-യിൽ എന്താക്കി മാറ്റിയിട്ടുണ്ട്, റീകോമിനന്റ് DNA ഉള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആക്കി. അപ്പൊ ആ പ്ലാന്റിന്റെ സെല്ല് RNA ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും, siRNA ഉണ്ടാകും. മനസ്സിലായാലോ? അപ്പൊ ഡൈസറിന്റെ ആക്ടിവേഷനിലാണ് RNA എന്തായിട്ട് പീസസ് ആയിട്ട് മാറുന്നത്, നമുക്ക് siRNA ഉണ്ടായി. ഇനി നമ്മുടെ ടൊബാക്കോ പ്ലാന്റ്സ് എന്തായി കഴിഞ്ഞു, ജനറ്റിക്കലി മോഡിഫൈഡ് ആയി കഴിഞ്ഞു. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ടൊബാക്കോ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, നമ്മുടെ നിമറ്റോഡ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നിമറ്റോഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നേരത്തെ പറഞ്ഞ RNA, ടോക്സിക് പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്ന RNA പ്രൊഡ്യൂസ് ചെയ്യും. നിമറ്റോഡിന്റെ ബോഡിയിൽ എന്തും കൂടെ ഉണ്ട്, നമ്മുടെ siRNA നിമറ്റോഡിന്റെ ബോഡിയിലേക്ക് കയറാം. നിമറ്റോഡിനകത്ത് എന്തുണ്ട്, നമ്മുടെ പ്രോട്ടീൻ കോംപ്ലക്സ് റിസ്ക് ഇരിപ്പുണ്ട്. ഈ റിസ്ക് siRNA വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ട് RNA ആയിട്ട് സെൻസ് ആൻഡ് ആന്റിസെൻസ് RNA ഉണ്ടാകുന്നു. സെൻസ് RNA സെയിം ആയിരിക്കും അല്ലെ, ടാർഗറ്റ് RNA-യുടെ ജീൻ സീക്വൻസുമായിട്ട് സെയിം ആണ്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ ഈ സെയിം വന്നതെന്ന്? എന്തുകൊണ്ടാണ് നമ്മളൊരു DNA മോഡിഫൈ ചെയ്തത്, ഒരു വെക്ടറിന്റെ സഹായത്തോടു കൂടിയല്ലേ. ആ വെക്ടർ DNA-യിൽ ആരിപ്പുണ്ട്, നിമറ്റോഡ് സ്പെസിഫിക് ജീൻ സീക്വൻസ് ഉണ്ട് അല്ലേ. അതിന്റെ RNA-യുടെ കോംപ്ലിമെന്ററി DNA ഉത്പാദിപ്പിച്ചാണ് നമ്മൾ എന്താണ് ആ നിമറ്റോഡിനെ തുരത്താനുള്ള സ്ട്രാറ്റജി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മുടെ ആന്റിസെൻസ് RNA ആ നിമറ്റോഡിന്റെ RNA-യിലോ ആ ക്യാരക്ടറിസ്റ്റിക് ജീൻ സീക്വൻസിൽ വന്ന് ബൈൻഡ് ചെയ്യും.
അപ്പൊ RNA എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. RNA ഇന്റർഫിയർ ചെയ്യുമ്പോൾ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ RNA അല്ലെങ്കിൽ ഇൻവെർട്ടോഡിന് പ്ലാന്റ്സിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്ലാന്റ് എന്തായിട്ട് മാറി? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് മാറി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, BT കോട്ടൺ പ്ലാന്റ്സിൽ എങ്ങനെയാണ് പുതിയ ജീൻ, അതായത് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ജീൻ സീക്വൻസ് നമ്മൾ ക്രൈജീൻ എന്ന് പറയുന്ന സീക്വൻസ് ഇൻസേർട്ട് ചെയ്ത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയി ഇൻസെക്ട്സിൽ നിന്ന് പ്ലാന്റ്സിനെ റെസിസ്റ്റന്റ് ആയതായിട്ട് നമുക്ക് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ കഴിയും. പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ റൈസ് ചെയ്യും. രണ്ടാമത് നമ്മൾ പഠിച്ച അഡ്വാൻറ്റേജ് എന്താണ്? നിമറ്റോഡ് വിഭാഗത്തിലുള്ള വേംസിൽ നിന്നും ടുബാക്കോ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് RNA ഇന്റർഫറൻസ് മെക്കാനിസത്തിലൂടെ അതും എന്തായിട്ട് മാറി? റെസിസ്റ്റന്റ് ആയിട്ട് മാറി ടുബാക്കോയുടെ ഈൽഡ് ഇൻക്രീസ് ചെയ്യുകയും ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പബ്ലിക് എക്സാമിന് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിനേഷന് പൊതുവെ വരാറില്ല. അപ്പം ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റുമായിട്ട്